നമ്മൾ വീണ്ടും പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. റാന്നിയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഫൈബർ ബോട്ടുകൾ എത്തിച്ചിരിക്കുകയാണ്. കൊല്ലത്ത് നിന്നാണ് ഫൈബർ ബോട്ട് എത്തിച്ചിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, റാന്നിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ? ആറന്മുളയിൽ ഗുരുതര സാഹചര്യമാണ്. റാന്നിയിൽ നിലവിലെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മൾ രാവിലെ കണ്ട ദൃശ്യങ്ങളിൽ നമ്മൾ ഹെലിക്യാം ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിയിരുന്നതാണ്. കടകളും വീടുകളും ഒക്കെ വെള്ളത്തിനടിയിലായിരുന്നു. ആ നഗരം തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയായിരുന്നു. നിലവിലൊരു സാഹചര്യം എന്താണ്? വിനീത, റാന്നിയിൽ നിന്നും ഒഴുകിപ്പോകുന്ന വെള്ളമാണ് ആറന്മുളയിലേക്ക് എത്തുന്നത്. റാന്നിയിൽ ഇപ്പോൾ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്, പക്ഷേ വെള്ളത്തിൻ്റെ അളവ് അല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും കൊല്ലത്ത് നിന്നും സുരക്ഷയുടെ ഭാഗമായിട്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഫൈബർ ബോട്ടുകൾ എത്തിക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്നും ലോറിയിലാണ് ഫൈബർ ബോട്ട് എത്തിച്ചത്. ഇപ്പോൾ ഒരു ഫൈബർ ബോട്ട് റാന്നിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി 2 ഫൈബർ ബോട്ട് കൂടി ഉടൻ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം കുട്ടവഞ്ചിയും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. പരമാവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവരെ അവിടെ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെ പുറത്തേക്ക് എത്തിക്കുന്ന ജോലി ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ രാവിലെ നിന്ന ആ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയും. വെള്ളമുണ്ട്, പക്ഷേ രാവിലെയൊന്നും ഈ ഭാഗത്തൊന്നും നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഈ ഇടതുവശത്ത് കാണുന്ന ആ പെട്രോൾ പമ്പ് പൂർണ്ണമായും മുങ്ങിപ്പോയിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ അല്പമൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതായത് റാന്നിയിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് അല്പം കുറയുമ്പോൾ അത് മുഴുവൻ ഒഴുകിയെത്തുന്നത് ആറന്മുള ഭാഗത്തേക്കാണ്. അതാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആറന്മുള ഭാഗത്ത്, സത്രക്കടവ് ഭാഗത്തൊക്കെ ആറന്മുളയിൽ വലിയ തോതിൽ വെള്ളം ഉയർന്നിരിക്കുന്നത്. അതിനുശേഷം ഇനി അത് ചെങ്ങന്നൂർ ഭാഗത്തേക്കും അപ്പർ കുട്ടനാട് മേഖലയിലേക്കുമായിരിക്കും ആ വെള്ളം ഒഴുകിയെത്തുക. അതായത് ഇനിയും ഒരു 3-4 മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും ചെങ്ങന്നൂർ ഭാഗത്തേക്കും അപ്പർ കുട്ടനാട് ഭാഗത്തേക്കും പമ്പാ നദിയിലെ ജലം എത്തുക എന്നുള്ളതാണ്. റാന്നിയെ സംബന്ധിച്ച് ഇപ്പോൾ ജനങ്ങൾ അല്പം ആശ്വാസത്തിലാണ്. കാരണം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. കാരണം ഇനിയും മണിക്കൂറുകളോളം ഒരു പക്ഷേ ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണെങ്കിൽ സമാനമായിട്ടുള്ള രീതിയിൽ വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് കുട്ടവഞ്ചിയൊക്കെ കാണാം. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സാധനങ്ങളൊക്കെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വ്യാപാരികൾക്കൊന്നും ഇപ്പോഴും അവരവരുടെ കടകളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴും കടകൾക്ക് മുന്നിലുമൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ്. കടകൾക്കകത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ തന്നെയാണ്. വെള്ളം ഒന്ന് ഇറങ്ങിയിട്ട് വേണം എത്രമാത്രം നാശനഷ്ടം ഉണ്ടായി എന്നുള്ളത് തിട്ടപ്പെടുത്താൻ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു സ്കൂട്ടർ കാണാം. ഇന്ന് രാവിലെയൊക്കെ ആ സ്കൂട്ടർ പൂർണ്ണമായും മുങ്ങിയ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ നമുക്ക് അത് വെള്ളത്തിൽ ആ സ്കൂട്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന കടകളും നമുക്ക് കാണാം. ഇപ്പോൾ വീട്ടിൽ നിന്നുമൊക്കെ ആളുകൾ ഇറങ്ങി വരുന്ന ഒരു ദൃശ്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. കാരണം വെള്ളം ഇറങ്ങിയപ്പോഴാണ് അവർക്ക് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നത്. നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം. വീടിനകത്തൊക്കെ വെള്ളം കയറിയായിരുന്നോ? വെള്ളം കയറിയായിരുന്നു. വെള്ളം ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇറക്കി മാറ്റിയില്ല. മുകളിൽ വെച്ചിരിക്കുകയല്ല, മുകളിലത്തെ നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഴപ്പങ്ങളില്ല. ഇപ്പോൾ അല്പം ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട്. രാത്രി മഴ പെയ്താൽ നിങ്ങൾക്ക് ഭയമുണ്ടോ? ഇല്ല, രാത്രിയിൽ ഇനിയും കുറേ പെയ്യാൻ സാധ്യതയില്ല. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ലെന്നാണെന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ആരൊക്കെ ഉണ്ടായിരുന്നു? 2 ഫീമുണ്ട്. ഈ വീട് ഒരു വീടുണ്ട്, അവിടെ ഒരു വീടുണ്ട്. 2 വീട്ടിലെ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ വന്നപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും നമുക്ക് നിൽക്കാനേ പറ്റില്ല. ഈ ഒരു ലെവലിൽ വെള്ളം ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഭയപ്പെട്ടു പോയിരുന്നു. ഞങ്ങൾ പിള്ളേരെ കൊണ്ട് അങ്ങ് അപ്പുറത്ത് ഞങ്ങളുടെ വീട്ടിൽ പോയായിരുന്നു. ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചു? ഇവിടെ ഉള്ള ഫുഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കഴിഞ്ഞപ്പോഴത്തേക്ക് അല്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആശങ്കയോട് വെള്ളം ഇറങ്ങുന്നുണ്ട്. വീട്ടു സാധന സാമഗ്രികളൊക്കെ എല്ലാം മേളത്തെ നിലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ താഴെയുണ്ട്. ബാക്കിയൊക്കെ മേളിലത്തെ നിലയോട് ഷിഫ്റ്റ് ചെയ്തു. മാധു, നമുക്ക് മുകളിൽ നിൽക്കുന്ന ആളുകളെ കൂടി കാണാം. അവരുടെ മുഖത്ത് അല്പം തെളിച്ചമുണ്ട്. കാരണം അല്പം ആശ്വാസമാണ്. കാരണം മഴ അല്പം തോർന്നിട്ടുണ്ട്. വീടുകളിൽ നിന്നൊക്കെ അവർക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ കഴിയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരുടെ വീട്ടുമുറ്റത്തൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഭക്ഷണങ്ങളൊക്കെ ഉള്ളത് കഴിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. നേരത്തെയൊക്കെ ഇവിടെ രക്ഷാപ്രവർത്തകർ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണപ്പൊതിയൊക്കെ അവർ കൊടുത്തിരുന്നു. അത് ഈ കുട്ടവഞ്ചിയിലും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഡിങ്കിയിലുമൊക്കെ ആയിട്ടാണ് അവർ ഉൾപ്രദേശങ്ങളിലേക്ക്, ഈ വെള്ളം കയറി കിടക്കുന്ന ഉൾഭാഗങ്ങളിലേക്ക് ചെന്ന് അവർ പരമാവധി ആളുകളെ പുറത്തേക്ക് ഇറക്കിയത്. 450-ലധികം ആളുകളെയാണ് ഫയർഫോഴ്സും ഇവിടെ പ്രാദേശികമായിട്ടുള്ള ആളുകളും ഒക്കെ ചേർന്ന് രക്ഷപ്പെടുത്തി. ഏതായാലും ഇപ്പോൾ ഫൈബർ ബോട്ട് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം ഇതുപോലുള്ള ആളുകൾ ഇനിയും ഉൾഭാഗങ്ങളിലുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചെല്ലാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെയും വലിയ വെള്ളക്കെട്ട് തന്നെയാണ്. ഇപ്പോൾ വെള്ളക്കെട്ടാണ്. ഇപ്പോൾ റാന്നിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങുന്നത് ആശ്വാസകരമാണ്. എങ്കിലും പല വീടുകളിലും താഴെ നിലയിലൊക്കെ വെള്ളമാണ്. അവരെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. പക്ഷേ റാന്നിയിൽ വെള്ളം ഇറങ്ങുമ്പോൾ അത് ആറന്മുളയിൽ വെള്ളം കൂടുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ പ്രളയ സമാന സാഹചര്യം തന്നെയാണ് അവിടെയുള്ളത്. മന്ത്രി PC വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുകയാണ്.